ഹായ് ഓൾ, ദിസ് ഇസ് അഖിൽനാഥ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ റിയാക്ട് ചെയ്യാൻ പോകുന്നത് ഒരു മലയാളം ഷോർട്ട് ഫിലിമാണ്. 2025 ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയിട്ടുള്ള ഒരു ഷോർട്ട് ഫിലിമാണ്. ആൻഡോ ജോസ് എന്ന് പറയുന്ന ഒരു ഡയറക്ടറാണ് ഇത് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്. പ്രതീഷ് ആൻഡ് ഷെറിൻ ആണ് ഇതിൽ അഭിനയിച്ചിരിക്കുന്നത്. സോ ഒരിക്കൽ ക്രിയേഷൻസ് എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലിലാണ് ഇത് അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. ഞാൻ വീഡിയോയ്ക്ക് ശേഷം ഫുൾ ഡീറ്റെയിൽസ് പറയാം. ഓക്കെ, എന്തായാലും അത്യാവശ്യം റേറ്റിംഗ് ഒക്കെ ഉള്ള, അതായത് അത്യാവശ്യം വ്യൂസ് ഉള്ള, നല്ല ലൈക്സ് കാര്യം 4.4K ലൈക്സ് ഒക്കെ ഉള്ള ഒരു ഷോർട്ട് ഫിലിമാണ്. സോ നമുക്കിത് കണ്ടു നോക്കാം. ലെറ്റ്സ് വാച്ച്. ഓക്കെ. എടാ നീ എവിടെ എത്തി? ഞാൻ ഫ്ലാറ്റ് എത്താറേ. എടാ നീ ഒന്ന് പെട്ടെന്ന് തിരിച്ചു വരുമോ? എന്തുപറ്റി? എടാ നിന്റെ ആ പ്രീമിയം ക്ലെയിം ഇല്ലേ, ആ സാറിനെ നിന്നെ വെയിറ്റ് ചെയ്തിട്ട് വന്ന് നിൽക്കുക. ഞാൻ സാറിനോട് ഇരിക്കാൻ പറയാ, നീ പെട്ടെന്ന് വാ. ഏത് നമ്മുടെ ബിഗ് ഷോട്ടോ? ആ അത് തന്നെ. എടാ അടുത്ത് അവിടെ നിൽക്കുന്നുണ്ട്. പെട്ടെന്ന് വന്ന് അറ്റൻഡ് ചെയ്തില്ലെങ്കിലേ അവൻ കയറി അറ്റൻഡ് ചെയ്യുവേ. പിന്നെ എന്നെ പറയാം. നീ കേൾക്കുന്നുണ്ടോ? ഇനിയിപ്പൊ തിരിച്ചു വരുമെന്ന് നടക്കുള്ളൂ. എടാ വന്ന കയറിയ മഹാലക്ഷ്മിയെ ചവിട്ടി പുറത്താക്കലടാ. ഞാൻ വിളിക്കടാ. ശരിയെന്നാ. കട്ടിന്റെ സൈഡിൽ നോക്കിയേ. എത്ര പറഞ്ഞിട്ടൊരു കാര്യം അപ്പൊ ഫുഡ് ആയില്ലേ? എനിക്ക് കറി ആവുന്നേ ഉള്ളൂ. നീ ഒരു 2 മിനിറ്റ് വെയിറ്റ് ചെയ്യും. ഞാൻ പോവാ. എങ്ങോട്ട്? നീ ശരിക്കും വീട്ടിലോട്ട് തന്നെയല്ലേ? നമ്മളെ കാണിക്കാനല്ലേ മോളെ നിന്റെ ഈ ഡ്രാമയൊക്കെ? അനു, എന്നെ വെറുതെ ചൊറിയാൻ നിക്കല്ലേ. ആ ദീർഘസുമംഗലി പോവാ. അതൊന്നും പറയാൻ നിൽക്കണ്ട. ഒരു സർപ്രൈസ് ഓർക്കാന്ന് വെച്ചിട്ടാ. രാഹുലേ, ആ ലിസ്റ്റ് വിടല്ലേ? ആ ലിസ്റ്റ് ഒന്ന് ഹോൾഡ് ചെയ്തേ. പോയോ? തന്നോട് പറഞ്ഞില്ലോടെ ലിസ്റ്റ് ഒന്ന് ഹോൾഡ് ചെയ്യാൻ. ഞാൻ പിന്നെ വിളിക്കാട്ടോ. എടോ സോറി, ഊബറിയിട്ടില്ല പെട്ടെന്ന്. അല്ല, എവിടെ പോവാണ്? വൈറ്റില്ല. വൈറ്റിലേക്കാണോ? ഞാൻ ഒഴിക്കാൻ പോണത്. ഞാൻ ഡ്രോപ്പ് ചെയ്യാം. അല്ല വാ. അത് വാന്നേ. ഇവിടെ നിൽക്കാണോ? വാ, കേറുവോ. അല്ല, കഴിച്ചായിരുന്നോ? ഞാൻ കഴിച്ചതാ. കഴിച്ചില്ലല്ലേ? ഒരു 2 മിനിറ്റ്. അല്ല, അത് ഇപ്പൊ വരാം. പെട്ടെന്ന് ഇറങ്ങൂലേ? അതെ, കഴിഞ്ഞു. Chico.
You have read, Sam. അക്ഷര തൃശ്ശൂരല്ലേ? ആ അതെ. ഇപ്പോ നാട്ടിലേക്കാ? അല്ല, ബാംഗ്ലൂർ. ബാംഗ്ലൂരോ? ബാംഗ്ലൂർ എന്താ പരിപാടി? വീക്കെൻഡ് അല്ലേ, വെറുതെ ഫ്രണ്ട്സ് ആയിട്ടൊക്കെ. ഓ ശരി. ട്രാവലർ ആണല്ലേ? ആ, പക്ഷെ സോളാണ് കൂടുതൽ. അതെന്താ? അത് പിന്നെ സെയിം ബൈബിളിൽ ഒരാളെ കിട്ടണ്ടേ? മോളെ, ആ അമ്മേ. നീ ഇറങ്ങിയല്ലോ അല്ലേ? ആ ഇറങ്ങി. 10 മണിക്കുള്ളിൽ എത്തും. എടി, നീ അവിടുന്ന് എത്താറാകുമ്പോ പറയണേ. ഇവിടെ ഞാൻ മാമനെ. ആ, ഇപ്പൊ പോയി 10 മണിക്ക് എന്തായാലും ബാംഗ്ലൂർ എത്തും. അല്ല വേണ്ടായിരുന്നു. കഴിക്ക്. അല്ല വേണ്ടെന്നിട്ടാ. ടേസ്റ്റ് ചെയ്യേ. എടോ, താൻ പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഹെൽപ്പ് ചെയ്തേനല്ലോ. ഞാനാണെ ഓർത്തുമില്ല. ഒരു സാൻഡ്വിച്ച് ഉണ്ടാക്കാൻ എന്തിനത്ര ഹെൽപ്പ്? ഇപ്പൊ പോയി 10 മിനിറ്റ് കൊണ്ടെത്തോ? ശരിക്കും തൃശ്ശൂർക്കാണെങ്കിൽ ഞാൻ കൊടുന്നാക്കാം. ഞാൻ അങ്ങോട്ടാ. വെള്ളം. ഇഷ്ടായോ? അല്ല, ഫുഡിന്റെ കാര്യം ചോദിച്ചു. ഫുഡും ഇന്റീരിയറും കൊള്ളാം. താങ്ക് യു. അല്ലല്ലോ, ഞാൻ കഴിക്കാം. തമാശ കളിക്കില്ലേ? ഞാൻ കഴിക്കോളാം. ഗസ്റ്റിനോട് പാത്രം കഴിപ്പിക്കേ. വിട്ട്, അതിനുള്ള അവസരം ഞാൻ പിന്നെ തരാം. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? പ്രശ്നമുണ്ടോ? ഞാനങ്ങ് കൺഫ്യൂസ്ഡ് ആണ്. എന്താണെങ്കിലും തുറന്നു പറ. നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും നോക്കാം. അങ്ങനെ ചോദിച്ചാ സംഭവം ക്ലീശയാണ്. വീട്ടുകാരെന്നെ കെട്ടിച്ചേ അടങ്ങുന്ന മട്ടില്ല. എല്ലാ ആഴ്ചയിലും ഒരുത്തവരുടെ ഫോട്ടോ ചേരും. ഞാനാണെ തുറന്നു നോക്കാറുമില്ല. തനിക്ക് വേറെ റിലേഷൻ എന്തെങ്കിലും ഉണ്ടോ? ഓ, കേട്ട് മടുത്തു. തനിക്ക് എന്തെങ്കിലും റിലേഷൻഷിപ്പ് ഉണ്ടോ? അതുകൊണ്ടാണോ താൻ എന്നെ കെട്ടാതെ നിൽക്കുന്നത്? എനിക്ക് റിലേഷൻഷിപ്പ് ഒന്നുമില്ല. അതെന്താ റിലേഷൻഷിപ്പിനോട് ഇത്ര പുച്ഛം? പുച്ഛൊന്നുമില്ല, ഞാൻ വെറുതെ. എനിക്ക് ഇങ്ങനത്തെ ഒരു അറേഞ്ച് മാരേജിനോട് ഇൻട്രസ്റ്റ് ഇല്ല. ഒരു പാർട്ട്ണർ വേണം. പക്ഷേ മറ്റുള്ളവർ പറയുന്ന ഒരാളെ എങ്ങനെയാ പെട്ടെന്ന് അക്സെപ്റ്റ് ചെയ്യുക? അതിപ്പോ എത്ര നല്ല ആളാണേലും. സി, ഇതിപ്പോ ഒരു IT കമ്പനിയിലാണേലും അറ്റ്ലീസ്റ്റ് ഒരു തേർഡ് പാർട്ടിനെ കൊണ്ട് ബാക്ക്ഗ്രൗണ്ട് വെരിഫിക്കേഷൻ ഇല്ലാതെ അയാളെ ജോലിക്ക് കയറ്റും. പിന്നെയല്ലേ ഇതിനൊക്കെ കുറച്ച് ടൈം വേണം. പക്ഷെ വീട്ടുകാർക്ക് ഒന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. നാളെ വരുന്നുണ്ട് ഒരു കൂട്ടര്. പക്ഷെ ഒന്നും നോക്കാതെ ഇപ്പൊ എങ്ങനെയാ നോ പറയുന്നത്? കാണാൻ വന്നിട്ട് ഓക്കെ അല്ലെങ്കിൽ നോ പറയാനൊന്നും എനിക്ക് വയ്യ. എന്തിനാ വെറുതെ ഒരാൾക്ക് ഹോപ്പ് കൊടുക്കുന്നത്? അതിനിപ്പോ ബാംഗ്ലൂർ പോകുന്നത് എന്തിനാ? ഞാൻ കുറെ ആയി ഇത് മുടക്കുന്നു. എന്റെ വീട്ടുകാർക്ക് നല്ലോണം അറിയാവുന്നുണ്ട്. ഞാൻ ചെന്നില്ലെങ്കിൽ എന്നെ ഇവിടെ വന്ന് പൊക്കും. ഓ, അപ്പൊ അതാണ് തന്റെ പ്രശ്നം. ഞാൻ പറയുകയാണെങ്കിലേ, കഴിഞ്ഞ തിങ്കളാഴ്ച താനെടുത്ത ബ്ലൂ ചുരിദാറില്ലേ, അതൊക്കെ ഇട്ട് ഒരു ചായക്ക അല്ലെങ്കിൽ വേണം എന്റെ ഒരു ഒപ്പീനിയനില് ഒന്ന് പോയി കാണും. എന്നിട്ട് ഇപ്പൊ എന്നോട് പറഞ്ഞ കാര്യം നാളെ അയാളോട് പറ. അല്ല, അതവിടെ നിക്കട്ടെ. എന്താ പറഞ്ഞേ? മൺഡേ നീല ചുരിദാറ്. മുഖത്തോട്ട് നോക്കുന്നില്ലേലും എല്ലാം ശ്രദ്ധിക്കുന്നുണ്ടല്ലേ? ഞാൻ മുഖത്തോട് നോക്കാറില്ലെന്ന് തനിക്ക് എങ്ങനെ അറിയാം?
എന്തായി, തീരുമാനിച്ചോ? ഓ, അതിന് മാറ്റമൊന്നുമില്ല. അപ്പോ വീട്ടിലെന്ത് പറയും? വീട്ടിലെന്ത് പറയും? അവര് കുറെ ചീത്ത പറയും, ഞാനതങ്ങ് കേൾക്കും. എടോ, തന്നോട് ഇതൊക്കെ പറഞ്ഞപ്പോ ഒരാശ്വാസമുണ്ട്. എന്റെ കൂടെ ഉണ്ട് പറയണം. ഫ്രണ്ട്സാന്ന് പറഞ്ഞിട്ടെന്താ ഒരു കാര്യമില്ല. എടോ, ഒരാളെ കുറച്ചു നേരം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അയാൾക്ക് എന്തെങ്കിലും വിഷമമുണ്ടെങ്കിൽ നമുക്കത് മനസ്സിലാവും. അതാ നീലച്ചിരുതാന്റെ കഥ പറഞ്ഞപ്പോഴേ മനസ്സിലായി. തനിക്ക് ഒറ്റയ്ക്ക് നിൽക്കാൻ കുഴപ്പമൊന്നുമില്ലല്ലോ? ഏയ്, കുഴപ്പമില്ല. അപ്പൊ ഉപദേശത്തിന് ഡ്രോപ്പ് ചെയ്തതിന് താങ്ക്സ്. ഞാൻ വെയിറ്റ് ചെയ്യണോ? ഏയ്, വേണ്ട വേണ്ട. ശരി ശരി. എല്ലാം എടുത്തായിരുന്നോ? ആ, ശരി. ശരി. ആടോ, താൻ നമ്പറും തരുമോ? 9947 47 1235. ഒരു മിസ് കോൾ അടിച്ചേക്കണേ. ആ, അത് കുഴപ്പമില്ല. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ വിളിക്കാം. ഓ, ശരി. ബൈ. എടി, നിനക്കെന്താ ഒന്ന് ഫോൺ എടുത്താലോ? മാമ നിന്നെ എത്ര നേരമായിട്ട് വിളിക്കുന്നു. നീ ഒന്ന് തിരിച്ചു വിളിച്ചേ. അതെ, അമ്മ അയച്ച ഫോട്ടോസ് ഞാൻ നോക്കിയേട്ടോ. അതിലെ ലേറ്റസ്റ്റ് ആണ് കൊള്ളാം. ഒരു അവസരം കൊടുത്ത് നോക്കാവുന്നതാണ്. ഫ്ലാറ്റിലേക്ക് ഒന്ന് പോണം. ആ നീല ചുരിദാർ എടുക്കണ്ടേ? ടേസ്റ്റി ഇഷ്ടമായി. അല്ല, ഫുഡിന്റെ കാര്യം ചോദിച്ചു. അതിനുള്ള അവസരം ഞാൻ പിന്നെ തരാം. അപ്പോ ഗ്രീൻ സിഗ്നലാണല്ലേ? ആര് പറഞ്ഞു? അപ്പോൾ അതായിരുന്നു ഗ്രീൻ സിഗ്നൽ. ഹൗസ് എങ്ങനെയാണെന്ന് നിങ്ങൾ അഭിപ്രായം പറയുന്നത്.